സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധാരണ ബ്രെഡാണ് വേണ്ടത് കേട്ടോ. അതിൻ്റെ ആ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതൊരു 2-3 അല്ലെങ്കിൽ എത്രയാണോ പേരുണ്ടോ അതിൻ്റെ അനുസരിച്ച്. സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ കഴിക്കില്ലല്ലോ. അപ്പോൾ ഞാനിവിടെ ഒരു 4 പീസ് ബ്രെഡ് എടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ സൈഡിലെ മുരിഞ്ഞ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ചെറിയ കഷ്ണമാക്കി, അതായത് കോണായിട്ട് മുറിച്ചെടുക്കുക. അതിങ്ങനെ തന്നെ പൊരിച്ചിട്ടും വേണമെങ്കിൽ എടുക്കാം കേട്ടോ, കുഴപ്പമില്ല. പക്ഷേ ഞാനിവിടെ ഇച്ചിരി കൂടെ ചെറിയ പീസാക്കാണ്. അപ്പോൾ മുറിച്ച വേസ്റ്റൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്കതിൻ്റെ ഇത് വെച്ചിട്ട് ഒരു ത്രികോണ ഷേപ്പിൽ ട്രയാങ്കിൾ പോലെ ഞങ്ങൾ കട്ട് ചെയ്തെടുക്കുക. ഇത് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമുള്ള, അല്ലെങ്കിൽ നമ്മൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ അവരെ ഞെട്ടിക്കാൻ പറ്റണ ഒരു സ്വീറ്റാണ് സംഭവം. ഇത് കഴിക്കുമ്പോൾ നമ്മൾ ഈ ബ്രെഡാണോ എന്ന് തന്നെ നമുക്ക് ഒന്നും മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉത്ഭവം ശരിക്കും മുഗൾ ഭരണകാലത്ത് അവിടെ കഴിച്ചുകൊണ്ടിരുന്നതെന്നാണ് ഒരു ഷെഫ് പറഞ്ഞത്. അത് അന്നത്തെ സ്വീറ്റ് അതായിരുന്നിരിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇനി നമ്മൾ ഒരു പാനിൽ ഓയിലൊഴിച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഓയിലായിരിക്കും, അന്ന് ചിലപ്പം നെയ്യിലൊക്കെ ആയിരുന്നിരിക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ ഓയിലാണ് എടുത്തത്. അത് പൊരിച്ച് എടുക്കുക. അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് നമുക്കത് വറുത്ത് കോരണം. അപ്പോൾ മുഗളരുടെ കാലത്ത് അവർ കഴിച്ചുകൊണ്ടിരുന്ന, അതായത് വലിയ വലിയ രാജാക്കന്മാരുടെ കാലത്ത് അവർ ചക്രവർത്തിമാരൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന സ്വീറ്റാണ് അവരുടെ കൊട്ടാരങ്ങളിൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ ഒരു വാല്യൂ എന്താണെന്നുള്ളത്. സംഭവം ഇതിനൊരു പേരുണ്ട്. പേര് ഷാഹി തുക്ഡ എന്നാണ്. നമ്മളിപ്പോൾ അത്രയും അവർ ചെയ്യുന്ന പോലെ എല്ലാം നമ്മളത് ചേർത്തിട്ടല്ല. നമ്മൾ എളുപ്പത്തിന് നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ലഭ്യമായിട്ടുള്ള വസ്തുക്കൾ വെച്ചിട്ടേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അവർ കുറച്ചും കൂടെ റിച്ച് ആയിട്ടായിരിക്കും അന്നുണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതാ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രെഡ് വറുത്ത് കോരാം. അപ്പം നമ്മൾ വിചാരിക്കും ഈ ബ്രെഡിനകത്തേക്ക് എണ്ണയൊക്കെ കുടിക്കില്ലേ എന്നൊക്കെ എനിക്കും ഒരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വറുത്ത് കോരി എടുത്ത് കഴിഞ്ഞപ്പോൾ ഒട്ടുമില്ല കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടി. അങ്ങനെ ഞാൻ അടുത്ത ഒരു സെറ്റും കൂടെ വറുത്ത് കോരുന്നുണ്ട്. മുറിച്ച് വെച്ചിട്ടുള്ളതെല്ലാം നമുക്ക് ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ വറുത്ത് കോരി മാറ്റാം. വറുത്ത് കോരി കഴിഞ്ഞിട്ട് ഇത് പഞ്ചസാര പാനിയിൽ ഒന്ന് മുക്കിയെടുക്കുക. ഒന്ന് പഞ്ചസാര ഒന്ന് സ്റ്റിക്കി ആവുന്ന വരെ ഒന്ന് പാനിയാക്കി അതിനകത്ത് മുക്കി കോരി മാറ്റി വെച്ചിരിക്കുക കേട്ടോ. അതിപ്പോൾ ഇനി പ്രത്യേകം കാണിക്കേണ്ട കാര്യമില്ല. പഞ്ചസാര പാവിൽ മുക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ വേറെ കടായി വെച്ചിട്ട്, ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് പാല്, ഞാനിപ്പോൾ ഒരു 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചിട്ടുള്ളത്. ഫുൾ ക്രീം മിൽക്കാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. കാരണം ഈ പാല് നമ്മൾ വറ്റിച്ച് കുറുക്കിയെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഞാനിപ്പോൾ അത്രയും പീസിന് ഇത് കൊള്ളാവുന്നതേ ഇടുന്നുള്ളൂ. അപ്പോൾ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ഇടണം. ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രെഡ് ഓൾറെഡി നമ്മൾ പഞ്ചസാര പാനിയിൽ മുക്കിയിട്ടുള്ളതുകൊണ്ട് അതിന് മധുരം കാണും. അപ്പോൾ ഈ പാല് കുറുക്കിയെടുക്കുന്നതിനുള്ള മധുരവും കൂടെ നമ്മളിപ്പം ചേർത്തിരിക്കുകയാണ്. 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി വറ്റിക്കുക. തീ കുറച്ചിട്ട് വേണം വറ്റിക്കാൻ. ഫ്ലെയിം കുറച്ചിടണം. നല്ല തീയിൽ വറ്റിക്കരുത്, അത് കത്തിയൊരു ഇത് വരും. ഇത് കുറഞ്ഞ തീയിലിട്ട് ഇളക്കി ഇത് വറ്റിച്ചെടുക്കുക. എന്നിട്ടിത് കുറുകാൻ വേണ്ടിയിട്ട് ഇപ്പം നോർത്തിൽ ഇതൊക്കെ കണ്ടിട്ടുള്ള റെസിപ്പികളിൽ ഒരു കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. നമ്മളത് ചേർക്കുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ കുറുകാനായിട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ ലേശം ചേർത്ത് കഴിഞ്ഞാൽ അതൊരു കുറുക്ക് പാകത്തിന് കിട്ടും. പിന്നെ ഇതിനകത്ത് അവർ ചേർക്കുന്നത് കുങ്കുമപ്പൂവാണ്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ കുങ്കുമപ്പൂവൊന്നും നമ്മുടെ വീടുകളിലില്ല. തന്നെയല്ല, ഇപ്പോൾ കിട്ടുന്ന കുങ്കുമപ്പൂ ഒറിജിനലാണോ എന്ന് തന്നെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റാണ്, കളർ ചേർത്ത് വരുന്ന ഓരോ സംഭവങ്ങളാണ്. അപ്പോൾ അതിലും ഭേദം ഞാൻ നോക്കിയപ്പോൾ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ആ കളർ ഒരു ലൈറ്റ് മഞ്ഞയിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ചെറിയ നുള്ള് ഒരു മഞ്ഞൾപ്പൊടി, നമ്മൾ പൊടിച്ച മഞ്ഞൾപ്പൊടി ചേർത്തു. എന്നിട്ട് ആ ലേശം കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കഴിയുമ്പം പാൽ നന്നായിട്ട് കുറുകി നല്ല സ്മെല്ലാണ് കേട്ടോ ആ പാൽ കുറുക്കണേ. അങ്ങനെ കുറുക്കിയെടുത്തിട്ടുണ്ട് കണ്ടോ. അതേ രീതിയിൽ ക്രീം പോലെ കിട്ടിയിട്ടുണ്ട് കണ്ടോ.
ഇതിലേക്ക് ലേശം ഏലക്കാപ്പൊടി, ഒരു ഫ്ലേവറിന് ഏലക്കാപ്പൊടി ചേർക്കാം. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് ആ പാല് വറ്റിയെടുക്കുന്ന ഒരു സമയമാണ് കുറച്ച് കൂടുതലെന്ന് പറയാനുള്ളൂ. ഇനി നമ്മളൊരു പാത്രമോ ഒരു ട്രേയോ എന്തെങ്കിലും എടുത്ത് വെച്ച്, ട്രേ ഇപ്പോൾ എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് കാണാൻ പാകത്തിന് ഗ്ലാസിൻ്റെ ട്രേ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഞാൻ ഈ പാത്രം എടുത്തത്. ഇതിലേക്ക് നമ്മുടെ ബ്രെഡ് അടക്കി വയ്ക്കുക, നേരെ ഒരു സെറ്റായിട്ട് ഇങ്ങനെ അടക്കി വയ്ക്കുക. ഇതിൻ്റെ അടിയിൽ കുറച്ച് വിസ്താരം കുറവായതുകൊണ്ട് തന്നെ അത് ഞാൻ കോൺ വെട്ടിയുണ്ട് എനിക്കതിൽ വയ്ക്കാനും പറ്റണില്ല, അങ്ങനെ ഒരു അബദ്ധം പറ്റി. പിന്നെ അതിന് പാകത്തിനുള്ളൊരു ട്രേയും ഇവിടെ ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് തന്നെ നിരത്തി മീതെ അങ്ങ് അട്ടിയിട്ടു. ബ്രെഡ് പൊരിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ, നല്ലൊരു മണം വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ മിൽക്കിൻ്റെ ആ ക്രീം ഇതിനകത്തേക്ക് ഒഴിച്ചു സെറ്റാക്കി എടുക്കണം. ഇത് നല്ല എന്താ പറയുക, അത് ഉണ്ടാക്കി നോക്കി, അത് വളരെ ഈസിയാണ്. നമുക്ക് വീട്ടിലൊക്കെ 4 കഷ്ണം ബ്രെഡ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചത് പാൽ ഒഴിക്കണമുണ്ട്. അതിൽ കുങ്കുമപ്പൂവും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ഇതാവും. കണ്ടോ, ഇതാണ് അതിൻ്റെ മീതെ നമ്മൾ ബദാമോ നട്ട്സ് എന്തൊക്കെയാണോ ഉള്ളതെല്ലാം ചേർത്ത് വയ്ക്കാം. ഇനി ഇത് സെറ്റാവാനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സ്വീറ്റിൻ്റെ പണി. എന്ത് എളുപ്പമാണെന്നറിയോ, ഇത് സെറ്റായി കഴിയുമ്പോൾ നമ്മൾ ഇത് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിക്കുകയാണ്. ആ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല രുചിയാണ്. നമ്മൾ എന്താ ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമുക്ക്. അത്ര നമ്മളിത് ബ്രെഡാണോ എന്ന് പോലും ചോദിച്ചു പോകുന്ന നല്ലൊരു സ്വീറ്റാണ്, ഒരു വെറൈറ്റി സ്വീറ്റാണ് നമ്മൾ കേരളത്തിൽ